ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എണീറ്റപ്പോൾ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഏട്ടനോട് എനിക്ക് ഡേ ഇൻ മൈ ലൈഫാന്നൊക്കെ പറഞ്ഞു, പക്ഷെ പുള്ളി എണീറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ എണീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ മുടി പിന്നിയിട്ടിട്ടാണ് കിടക്കണേ. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ 2-3 മാസം മുന്നേ ലെയർ അടിച്ചിട്ട് ഹെയറൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വളരുന്നുണ്ടെന്ന് തോന്നുന്നു. കെട്ടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേ പല്ലൊക്കെ തേച്ചു, മുഖമൊക്കെ കഴുകി. ഇപ്പോൾ ജനൽ തുറക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ശനിയാഴ്ചയാണ്, ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പ്ലാനൊന്നും ചെയ്യാതെ കിടന്നായിരുന്നേ. അപ്പോൾ തന്നെ പിന്നെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി പോയായിരുന്നു. ലേറ്റായി പോയതല്ല, ഇന്നലെ ലേറ്റായിട്ട് ഉറങ്ങിയത്. അപ്പോൾ പിന്നെ എണീറ്റപ്പോൾ തന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. കാരണം ഇന്നലെ യാതൊരുവിധ പ്ലാനും ഇല്ലാതെയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ തേങ്ങ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിലെ കത്തി ഇങ്ങനെ എന്തെങ്കിലും ഒരു യൂസ് കഴിഞ്ഞ് നമ്മൾ വെച്ച് പിറ്റേ ദിവസം ആകുമ്പോൾ, പിറ്റേ ദിവസം വേണ്ട ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ പിന്നെ തുരുമ്പെടുത്ത പോലെ ഉണ്ട്. അതെന്താണോ അങ്ങനെ, ഞാൻ ഇടയ്ക്ക് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അത് വീണ്ടും ഒരുമാതിരി തുരുമ്പ് വരുന്ന പോലെ വരുന്നുണ്ട്. എന്താ ഇരുമ്പ് കത്തി ആയതുകൊണ്ടാണോ അറിയത്തില്ല. അപ്പോൾ പിന്നെ ശർക്കര കിട്ടി. പിന്നെ കുറച്ച് അവലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ അവൽ നനയ്ക്കാമെന്ന്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴത്തെ വീട്ടിലെ ചേച്ചി നമുക്ക് കുമ്പളങ്ങ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുമ്പളങ്ങ വെച്ചിട്ട് രാവിലെ തന്നെ ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചു. അപ്പോൾ അതിനകത്ത് കുറച്ച് കസ്കസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പുള്ളി അവിടെ കിടന്ന് തേങ്ങ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങാനും കാലം വല്ലതും വീണ് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ അപ്പോൾ അങ്ങനെ ആയ കാരണം തേങ്ങ തട്ടി പകുതി എത്തിയപ്പോഴത്തേക്ക് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ കുമ്പളങ്ങ കേട്ടോ. ഇത് മുറിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെട്ടു. കുമ്പളങ്ങയൊക്കെ മുറിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത തേങ്ങയില്ലേ, അത് കേടായിപ്പോയായിരുന്നു. അപ്പം ഞാൻ ഏട്ടനെ കടയിലേക്ക് പറഞ്ഞു വിട്ടു. എങ്ങോട്ട് പറഞ്ഞു വിട്ടേ? കടയിലേക്ക്. എന്തിനാ പറഞ്ഞു വിട്ടേ? തേങ്ങ വാങ്ങാനും പിന്നെ പാലും പഞ്ചസാരയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ പോയപ്പോഴത്തേക്ക് ഞാൻ ആ കുമ്പളങ്ങ ഞാൻ പറഞ്ഞില്ലേ ജ്യൂസ് അടിക്കണ കാര്യം, അപ്പോൾ അത് ഞാൻ ജ്യൂസ് അടിച്ചിരുന്നു. നമുക്ക് ചെറിയ ജാറാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് കഷ്ടപ്പെട്ടാലാണ്. അപ്പോൾ അത് കാരണം കുറച്ച് കഷ്ടപ്പെട്ടതിന് ശേഷം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ മറ്റേ കസ്കസും അതുപോലെ മറ്റേ സാധനം എന്താ ചിയാസീഡൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ ഇത് ഏട്ടൻ വന്നിട്ട് തേങ്ങ പൊട്ടിച്ചേരുവാണ് കേട്ടോ. തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങ വെള്ളം കുടിച്ചോ? കുറച്ച് എന്നിട്ട് മേളിൽ വന്നിട്ട് ഞാനും കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വലിയ തേങ്ങയായിരുന്നു. അത് നമുക്ക് ഫ്രിഡ്ജില്ലാത്ത കാരണം അതിരിക്കുകയില്ല. പക്ഷെ അത് തേങ്ങ ഇരിക്കാനുള്ള ട്രിക്കൊക്കെ എനിക്കറിയാം കേട്ടോ. ഞാൻ പതുക്കെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തേ? അവൽ നനച്ചു. അപ്പോഴത്തേക്കും അമ്മ വിളിച്ചു. അപ്പോൾ പിന്നെ അമ്മയോട് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ നിന്നു കേട്ടോ. ആ സമയത്താണ് ഏട്ടൻ നൈസായിട്ട് തേങ്ങ തിന്നൂലേ. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിച്ചതാ അത്രേ. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒന്ന് ചെറിയൊരു പണി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തേങ്ങ ചിരണ്ടാനും അവൽ നനയ്ക്കാനും കൊടുത്തു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഏട്ടൻ പാല് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ആ പാല് പൊട്ടിച്ചിട്ട് ചായ ഉണ്ടായി. ചായ അല്ല കേട്ടോ, ബൂസ്റ്റാ. കാരണം ഏട്ടന് ചായ ഒന്നും ഇഷ്ടമല്ല. അപ്പം എനിക്കാണെങ്കിൽ ചായ കുടിച്ചാൽ മറ്റേ കറ വരുന്നില്ലേ ശ്വാസകോശത്തിൽ, അത് കാരണം ഞാൻ ബൂസ്റ്റ് കുടിക്കണം ഇപ്പോൾ കേട്ടോ. അപ്പം അതേ പണിയൊന്നും ഇല്ലാതെ വെറുതെ നിന്ന് ഏട്ടൻ തേങ്ങയൊക്കെ ചിരണ്ടി ശർക്കരയൊക്കെ ചിരണ്ടി എന്തുണ്ടാക്കി? എന്നിട്ട് അതിലേക്ക് ഏട്ടൻ കടയിൽ പോയിട്ട് വന്നപ്പോൾ പഴം കൊണ്ടുവന്നായിരുന്നേ. പഴം കൂടെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നോ? എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അവല് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഏട്ടന് പണ്ടേ അത് ഇഷ്ടമല്ലേ? എനിക്ക് പക്ഷെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഏട്ടനോട് കൂടി എനിക്ക് ചപ്പാത്തി അവല് നനച്ച് വെക്കുമായിരുന്നു അത്രേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? തുണിയൊക്കെ അലക്കിയിട്ടു. കുറേ തുണി ഉണ്ടായിരുന്നു അലക്കാൻ. സത്യം കേട്ടോ, അലക്കാൻ കുറേ തുണിയില്ലായിരുന്നു. പക്ഷേ ഉണങ്ങാത്ത കുറേ തുണി ഉണ്ടായിരുന്നു, നമ്മൾ റൂമിലിട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുപോയി മേളിൽ കൊണ്ട് വിരിച്ചിട്ടു. അതിനിടയ്ക്ക് ഞാൻ വന്നിട്ട് കുമ്പളങ്ങ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായിരുന്നു എന്ന്, അത് കറി ഉണ്ടാക്കി കേട്ടോ. കഴിഞ്ഞില്ല, ഇന്ന് നാളെ ഉണ്ടാകണ്ടേ. അങ്ങനെ പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി. ഇപ്പം ഏട്ടൻ എന്താ ചെയ്തത്? ചെരുപ്പൊക്കെ കഴുകി ബാഗൊക്കെ കൊണ്ട് മേളിൽ കൊണ്ടിട്ട് ഹെൽമെറ്റ് കഴുകി. അപ്പം ഞാൻ അടുക്കളയിൽ കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഈ കറി കുമ്പളങ്ങയും തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ അരച്ചത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിലേക്ക് കുറച്ച് അധികം ജീരകം ഇട്ടു. അപ്പോൾ ജീരകത്തിൻ്റെ ചുവപ്പ് ഭയങ്കര ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന കാരണം എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടു.
പക്ഷെ കുറച്ച് കഴിച്ചോളൂ, ഞാൻ നല്ല കഴിച്ചു. അങ്ങനെ കറി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് കടുകും ഉള്ളിയും ചുവന്ന മുളകും ഇട്ടു കേട്ടോ. അപ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായി. എന്തുണ്ടായേ? ഇത് വന്നു വീണു ലൈറ്റ്. പേടിച്ചു പോയപ്പോൾ. പിന്നെ ഞാൻ അടുക്കളയിലായിരുന്നു കേട്ടോ, ഏട്ടൻ ബാത്റൂമിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ അടുക്കളയിലെ സ്ലാബിൻ്റെ മണ്ടിയിൽ ഇത് വെച്ചായിരുന്നു, എന്താ റിംഗ് ലൈറ്റ്. പടക്കോന്ന് കേട്ടോ സാധനം അങ്ങനെ വന്ന് താഴേക്ക് വീണ്. എനിക്ക് സങ്കടമായി. ചെറുതായിട്ടൊന്നുമല്ല, നന്നായിട്ട് പൊട്ടി, അത് പിളർന്നു പോയി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡൊക്കെ ആകെ പോയി കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഞാനൊരു ഉച്ച വരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അത് ഞാൻ ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി വീഡിയോ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെ കറി ഉണ്ടായിരുന്നു? അച്ചാറ്, കുമ്പളങ്ങ, ചോറ്, പിന്നെ മുട്ട പൊരിച്ചത്, പപ്പടം. അത്രയേ ഉള്ളൂ. ടാറ്റാ. ഓക്കെ.